നമ്മളെ ഒരുമിച്ച് കൂടിയതിന് സ്വാലിഹാഴമലായി നമ്മിൽ നിന്ന് കബൂൽ ചെലവിഗ്രഹിക്കട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകുറ്റങ്ങളും അല്ലാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് എല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങളെ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാരും, നമ്മുടെ ചുമഴത്ത് പള്ളിയുടെ തൊട്ട് ചാരത്തായി അന്ത്യറുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തിന്റെ കവാടം തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെന്ന് കിടക്കാനുള്ള 6 മണി അല്ലാഹു ഈ കൂടിയതിൻ്റെ സവാബിനെ അല്ലാഹു അവിടെ എത്തിച്ച് ഒരു കൂട്ടുകാരനെ പോലെ കാത്തിരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട നിങ്ങളെ ചെറിയൊരു വിഷയം നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ച ത്വലാഖ്, ഫസ്ഖ്, ഖുൽഉ എന്നീ പറയുന്ന ഇത് മാത്രമല്ല, ഒരുപാടുണ്ട്, കൂടുതലുണ്ട്, 4-5 പക്ഷേ ഏറ്റവും പ്രധാനമായ ത്വലാഖ്, ഫസ്ഖ്, ഖുൽഉ ഈ വിഷയമാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത്. അതിൽ ഖുൽഉ എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ നിലവിൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു സംഭവം നമ്മൾക്കിടയിൽ കാണുന്നുണ്ട്. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് തരട്ടെ. ഖുൽഉ എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ചിലർക്ക് അറിയുന്നുണ്ടാവില്ല. ഖുൽഉ എന്ന് പറയുന്ന സംഭവം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ അനുവദിച്ചതാണ്. നിക്കാഹ് എന്ന ഒരു കുടുംബജീവിതം തുടങ്ങാൻ നിക്കാഹ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലാഹു മാന്യമായി, വളരെ എളുപ്പമായി, ലളിതമായി, അതിമനോഹരമായ ഒരു സംഭവം. നിക്കാഹ് എന്നതിലൂടെ ഒരു കുടുംബത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ അവര് എങ്ങനെയും ഒത്തുപോകൂല എന്ന് അവർക്ക് പരിപൂർണമായി ഉറപ്പ് വന്നാൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പിരിയാനുള്ള അനുവാദവും അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിൽ ഖുൽഉ എന്ന് പറയുന്ന ഒരു സംഭവം, ഭാര്യ അല്ലെങ്കിൽ വധു അവർ അവരുടെ ഭർത്താവിന് എന്തെങ്കിലും പാരിതോഷികം നൽകി ആ ബന്ധത്തിൽ നിന്ന് വേർപ്പെടും. ത്വലാഖ് എന്ന് പറയുന്നത് പുരുഷൻ കൊടുക്കുന്നതാണ്. ഫസ്ഖ് എന്ന് പറയുന്നത് പെണ്ണ് വേണ്ട വെക്കുന്നതാണ്. അല്ലെ? ഇതും അതുപോലെ തന്നെ ആക്കി കൊണ്ടുവരുന്ന ഒരു സംഭവം കണ്ടുവരുന്നുണ്ട്. അതങ്ങനെയല്ല. ഖുൽഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെ സമ്മതത്തോടെ പുരുഷൻ പറയും എനിക്ക് എന്ത് തരണം എന്നുള്ളത്. പുരുഷൻ തീരുമാനിക്കും എനിക്ക് എന്ത് തരണം, നിന്നെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം എന്നുള്ളത് ഞാൻ പറയും. ഞാൻ പറഞ്ഞത് നീ തരണം. ഹനഫി മദ്ഹബിൽ പറയുന്നുണ്ട് കൊടുത്ത മഹർ തിരിച്ചു കൊടുത്താൽ മതി. പുരുഷൻ കൊടുത്ത മഹർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് രണ്ടുപേരും കൂടെ ഒത്തുചേർന്നാൽ പിന്നെ ത്വലാഖ് നടക്കും, കുഴപ്പമില്ല, അത് അനുവദനീയമാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം പുരുഷൻ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത്, മഹറുമത് മൂലം എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് കൊടുത്തിരിക്കണം. പക്ഷെ ഇപ്പൊ കോടതിയുടെ ഒരു നിയമം എന്ന് പറയുന്നത്, ഇപ്പോ കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാല് അവർ ചെയ്യുന്നത് എന്താണോ, ഭാര്യ എന്താണോ, പെണ്ണ് വധുവായിട്ടുള്ള വ്യക്തി എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് മുൻതൂക്കം കൊടുക്കുകയും അത് അവരോട് അറിയാം നിങ്ങൾ വേർപിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെടാതെ, പണ്ഡിതന്മാരൊന്നും ബന്ധപ്പെടാതെ ചെയ്യുമ്പോൾ പിന്നെ ഒരു നിക്കാഹൊക്കെ നടക്കുമ്പോഴാണ് പിന്നത് മഹല്ല് കമ്മിറ്റി, മഹല്ല് ഖത്തീബ് ഇങ്ങനൊരു സംഭവം അറിയുന്നത്. ഇതിന്റെ മുമ്പ് ഖുൽഉ നടന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന മതപരമായ ചിട്ടകളും നിയമങ്ങളും അനുസരിച്ചിട്ടൊന്നല്ല നടന്നിട്ടുള്ളത്. അതിങ്ങനെ കോടതി സമീപിച്ചു, കോടതി പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട കഴിയും. അതങ്ങനെയല്ല. ഖുൽഉ നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷൻ വിചാരിക്കണം, പുരുഷനോട് ആവശ്യപ്പെടണം, അപേക്ഷിക്കൊന്നും വേണ്ട. സ്ത്രീക്ക് ഖുൽഉ ആവശ്യമുണ്ടെങ്കിൽ അവനുമായി പൊരുത്തപ്പെട്ടു പോകൂല. എന്തെങ്കിലും അവന്റെ അടുത്ത് എന്തെങ്കിലും ബുദ്ധിമോശം, എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും, അതല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബന്ധമുണ്ട്, എന്തായാലും പുരുഷനിൽ നിന്ന് ഖുൽഉ കിട്ടണം എന്നുണ്ടെങ്കിൽ അവര് പറയണം നിങ്ങൾ എന്ത് തന്നാലാണ് എനിക്ക് എന്റെ
ത്വലാഖ് നൽകാൻ. നിങ്ങൾ ചോദിക്കുന്നത് എന്താണെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ത്വലാഖ് തരണം എന്ന് ആവശ്യപ്പെടാൻ ആർക്ക് ബാധ്യത. അത് അവൻ തീരുമാനിക്കും വേണോ വേണ്ടേ എന്ന്. അതിനിപ്പോ നമ്മൾ കോടതിയിൽ പോയാലും കോടതിയിലൊക്കെ സമീപിക്കുമ്പോൾ പ്രത്യേകം ആലോചിക്കണം. അതുകൊണ്ടൊന്നും ത്വലാഖ് നടക്കൂല. മതപരമായി ത്വലാഖ് നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷനുമായി അവർ പറയണം, പുരുഷനോട് പറയണം ഇന്നത് ഞാൻ തരാം. ഞാൻ തൃപ്തനാണെങ്കിൽ അവർ ത്വലാഖ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. അവർ പിന്നെ അവർക്ക് വേറെ നിക്കാഹ് എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആ നിക്കാഹ് പടച്ച തമ്പുരാന്റെ അടുത്ത് ആ നിക്കാഹ് കാലാകാലം നിലനിൽക്കും. കാലാകാലം ആ നിക്കാഹ് നിലനിൽക്കും. നമ്മളിനി വേറെ നിക്കാഹ് ചെയ്തു പോയാലും വ്യഭിചാരത്തിന്റെ ഒക്കെ ഒരു ഹറാമിലേക്ക് പോകുന്നതിന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിൽ ആദ്യമായി ഹുലുൽ നടന്നൊരു വിഷയം നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട്. ആദ്യമായി ഹുലുൽ നടന്നത് തുൽഫിയിൽ പറയുന്നത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സാബിത് ഇബ്നു ഖൈസ് എന്നൊരു സ്വഹാബി. ആ സ്വഹാബിയുടെ ഭാര്യക്ക് ഈ സാബിത് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന സ്വഹാബിയോടൊപ്പം ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു റാഹത്തില്ല. അപ്പോ ഈ ഭാര്യ എന്ത് ചെയ്തു? തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, ഭർത്താവിനോട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മഹർ നൽകിയ തോട്ടമുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് മഹർ നൽകിയ തോട്ടം അത് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അത് തിരിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ത്വലാഖ് ചെയ്ത് തരണം എന്നാവശ്യപ്പെട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഈ വിവരം എത്തുകയും നബി തങ്ങൾ അത് അംഗീകരിക്കുകയും സാബിത് ഇബ്നു ഖൈസിനോട് പറഞ്ഞു, നിങ്ങൾ കൊടുത്ത സ്വത്ത് അവർ തിരിച്ചു തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ത്വലാഖ് കൊടുക്കലും നിർബന്ധമാണ്. അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, അപ്പോൾ പിന്നെ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കലും നിർബന്ധമാണ് എന്ന വ്യവസ്ഥയിൽ ആദ്യമായി ഇസ്ലാമിലെ ആദ്യമായി ഹുലുൽ നടന്നത് സാബിത് ഇബ്നു ഖൈസ് എന്നവരുടെയാണ്. നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ആ നിയമം തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിലവിൽ കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോ നമ്മളൊന്നും അറിയാതെ, മഹിള കമ്മിറ്റി ഒന്നും അറിയാതെ, വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അറിയാതെ നേരെ കുടുംബം കോടതിയിലേക്ക് പോകും. അതാവുമ്പോ ചുളിവിൽ കാര്യം കഴിയും. എങ്ങനെ പുരുഷൻ കോടതിയിൽ ഇടപെട്ടാൽ പിന്നെ പുരുഷൻ അവരെന്തില്ല, സ്ഥാനമില്ല. ഇവിടെ കഴിച്ചിലാകുന്നുള്ളൂ. നാളെ ആഖിറത്തിൽ പിടിക്കപ്പെടും. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഇങ്ങനെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വെച്ചു കൊടുക്കാം. ഈ ഹുലുൽ ചോദിക്കാനും ഹുലുൽ നടത്തി കൊടുക്കാനും വക്കീൽ മുഖാന്തരം നടക്കും. എന്നാലും കുഴപ്പമില്ല. ഇനി പെണ്ണെന്നെ പോയി ചോദിക്കണമെന്ന് നിർബന്ധമില്ല. പെണ്ണിന്റെ വാപ്പ പോയാലും കുഴപ്പമില്ല, പെണ്ണിന്റെ സഹോദരൻ പോയി ചോദിച്ചാലും കുഴപ്പമില്ല. ഇന്നാലിന്ന സ്വത്ത് നിനക്ക് തരുന്നത് ഇത്ര ലക്ഷം രൂപ, അല്ലെങ്കിൽ ഇന്നാലിന്ന പാരിതോഷികം, നീ ആഗ്രഹിക്കുന്ന ഒരു പാരിതോഷികം അവൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നുണ്ട്, നീ അവരുടെ മോചനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൻ അതിന് തയ്യാറാണെങ്കിൽ അവന് കൊടുത്താൽ ആ നിക്കാഹ് അവിടെ വെച്ച് തീരുമാനിക്കും. ഇനി ആ നിക്കാഹ് കഴിഞ്ഞ് അവർ വേറെ പിരിഞ്ഞു പോയാൽ 1 മാസം കഴിഞ്ഞപ്പോ 2 മാസം കഴിഞ്ഞപ്പോ അവർക്ക് പിന്നീട് അവർക്ക് രണ്ടാൾക്കും പിന്നെയും തോന്നി നമുക്ക് ഒന്നിക്കാല്. ഭാര്യക്കും ഭർത്താവിനും പിന്നെയും തോന്നി 1 മാസം കഴിഞ്ഞപ്പോ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞിട്ടില്ല എങ്കിലും വാക്കുകൊണ്ട് നടക്കൂല. ഹുലുൽ നടന്നു കഴിഞ്ഞാല് വാക്കുകൊണ്ട് നടക്കൂല, പ്രസക്തി പോയി. പുതിയ നിക്കാഹ്, പുതിയ മഹർ, പുതിയ വരി, പുതിയ സംഭവങ്ങളുമായി ആദ്യം മുതൽക്ക് പുതുതായി നടക്കുന്ന നിക്കാഹ് എങ്ങനെ നടക്കുമോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒന്നിക്കാവുന്നതാണ്. ഇസ്ലാമിക ശരീഅത്തിൽ അതിനെ അള്ളാഹു വിശുദ്ധ ബഖറ സൂറത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞ് അതിനെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് കോടതിയിലേക്കൊന്നും പോകാതെ അതുമായി ബന്ധപ്പെട്ട ഒന്നെങ്കിൽ ഖാദി ഉണ്ടാവും, അല്ലെങ്കിൽ ഖതീബ് ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾക്ക് നിൽക്കും. ആരെങ്കിലും ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിങ്ങനെ പോകണമെന്ന് ആരും വിചാരിക്കലല്ലോ. അവർക്ക് മറ്റൊരു ജീവിതം ആണ് ഹൈറെങ്കിൽ അത് നടക്കട്ടെ എന്ന് എല്ലാവരും കരുതുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മഹല്ലിൽ അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം ബന്ധപ്പെടേണ്ടത് മഹല്ലി കമ്മിറ്റിയെ ബന്ധപ്പെടണം, അല്ലെങ്കിൽ ഉസ്താദിനോട് ബന്ധപ്പെട്ടിട്ട് മതപരമായ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ രീതികളും ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ് നമ്മൾ അങ്ങനെ ആദ്യം നമ്മളൊന്ന് പറഞ്ഞു നോക്കണം.
ആദ്യം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒത്തുപോവാണെങ്കിൽ ഒത്തുപോകട്ടെ എന്നുള്ള നിലക്ക് ആദ്യം സംസാരിച്ചിട്ട് പിന്നെ പോയില്ലെങ്കിൽ പിന്നെ അത് കെട്ടിപ്പിടിക്കാനോ അതിനെ കൂട്ടിക്കെട്ടാനോ നിൽക്കണ്ട. പിന്നെ അവരെയൊക്കെ വഴിക്ക് വിടുക. പുല്ല് നടക്കുകയാണെങ്കിൽ പുരുഷന് പറയുന്ന ധനം സ്ത്രീ കൊടുക്കൽ നിർബന്ധമാണ്. എന്നാലേ ഇസ്ലാമിൽ പുല്ലുകൾ നടക്കുള്ളൂ. കോടതി പറയുമ്പോൾ അങ്ങനെ നിയമപരമായിട്ട് ഞങ്ങൾ നീങ്ങുന്ന ചില പുല്ലുകളാണ് ആവുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് തീരുമാനമാകൂല. അത് നമുക്ക് തെറ്റുണ്ട്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറഞ്ഞത് കേട്ടത് നമുക്ക് സ്വാലിഹായി കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തിന്റെ കവറ തുറന്നു കൊടുക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വബല്ലിഗ്നാ റമളാൻ വവഫഖ്നാ ഫീഹി ബിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.